Okay, listen. In our last class, we are discussing about safety at home or safety on the road. അത് രണ്ടും നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ വീട്ടിൽ എപ്പോഴും സേഫ് ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ആൻഡ് റോഡിൽ എപ്പോഴും സേഫ് ആയിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റോഡിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? Yeah, clear. Okay. Today, first aid. അത് എന്താണ്? സേഫ്റ്റി കഴിഞ്ഞാലുള്ള ഭാഗമാണ് അല്ലെ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. പേജ് നമ്പർ 124. First aid. Okay. Listen. Timely help can save a person's life. First aid is the first help given to an injured person before a doctor arrives. We should have a box. Listen. First aid. Kriba. Listen. Sinan, Muhammad, Shambil, Ashin. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ. Then, first aid. Listen here. Timely help can save a person's life. First aid is the first help given to an injured person before a doctor arrives. We should have a first aid box in our house and in school. A first aid box should contain an antiseptic lotion like Dettol, scissors, band-aid, gauze, crepe bandage and an antiseptic cream, a bottle of methylated spirit and a tape. If you see an accident, you must try to keep yourself calm and it will help you to decide what you need to do at that time. എന്താണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഓഫ് ആൻ ഇൻജുർഡ് പേഴ്സൺ. എന്താണ്? മുറിവുണ്ടായ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെ? മുറിവ് തന്നെ ആകണം എന്നില്ല അല്ലെ? എന്തെങ്കിലും ആക്സിഡന്റ് ആകാം. അപ്പോ അപകടം സംഭവിച്ച ഒരാൾക്ക് ഷംവീൽ എന്താണ്? ഷംവീൽ എന്താണ്? ഷംവീൽ ഭയങ്കര സീനാണല്ലോ ഷംവീൽ. അപ്പോ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എയ്ഡ് എന്താണ്? ഫസ്റ്റ് ഹെൽപ്പ് ഓഫ് ആൻ ഇൻജുർഡ് പേഴ്സൺ. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ അപകടം സംഭവിച്ച ഒരാൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഹെൽപ്പാണ് അല്ലേ? വെൻ ദ ഡോക്ടർ ബിഫോർ ദ ഡോക്ടർ അറൈവ്സ്. അതായത് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് അയാളെ ചികിത്സിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം അല്ലെ? ആദ്യത്തെ സഹായം. എയ്ഡ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? എയ്ഡ് എന്ന് വെച്ചാല് ഹെൽപ്പ് എന്നാണ് മീനിങ്. ഫസ്റ്റ് എയ്ഡ് ആദ്യത്തെ സഹായം അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയും അല്ലെ? ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഹെൽപ്പിനെയാണ് എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ? ആക്സിഡന്റ് എവിടെ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. വി മസ്റ്റ് നോ ഹൗ ടു ഹെൽപ്പ് ആൻ ഇൻജുർഡ് പേഴ്സൺ അല്ലെ? അപകടം സംഭവിച്ച ഒരാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇൻജുർഡ് പേഴ്സൺ. അപകടം സംഭവിച്ച ഒരാൾക്ക് നൽകുന്ന ആദ്യത്തെ ഹെൽപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. We should have the first aid box in our house and in school. എവിടെയായാലും അല്ലേ? സ്കൂളിലായാലും വീട്ടിലായാലും എന്ത് വേണം? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം അല്ലെ? നമ്മൾ എന്താണ് ബസ്സിലൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് അല്ലെ? എല്ലാ വാഹനത്തിലും എന്തുണ്ട്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് അല്ലെ? എവിടെയാണെങ്കിലും എന്ത് വേണം? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആണ്. ആൻഡ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കണ്ടെയ്ൻ ആൻ ആന്റിസെപ്റ്റിക് ലോഷൻ. എന്താണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് മാത്രം ഉണ്ടായാൽ മതിയോ? പോരല്ലോ. അതിന്റെ അകത്ത് എന്ത് വേണം? സാധനങ്ങൾ കൂടെ വേണം അല്ലെ? അല്ലാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മാത്രം ഉണ്ടായാൽ പോരാ. ഈ മെഡിസിൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബോക്സിനെയാണ് എന്ത് പറയാ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയാം. അപ്പം ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കണ്ടെയ്ൻ ആൻ ആന്റിസെപ്റ്റിക് ലോഷൻ ലൈക്ക് ഡെറ്റോൾ. എന്താണ്? ഡെറ്റോൾ പോലെ അല്ലെ? ഡെറ്റോൾ തന്നെ വേണമെന്നില്ല. ഡെറ്റോൾ പോലെ ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ വേണം. ആന്റിസെപ്റ്റിക് എന്താണ്? എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയുള്ള മരുന്നിനെയാണ് ആന്റിസെപ്റ്റിക് എന്ന് പറയാം. എന്താണ്? സെപ്റ്റിക് ആവാതിരിക്കാൻ അല്ലെ? ആന്റിസെപ്റ്റിക്. സെപ്റ്റിക് ആകാതിരിക്കാനുള്ള
മരുന്നിനെയാണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുക. അതായത് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് കൂടുതൽ സെപ്റ്റിക് ആയി അത് ആ മുറിവ് കൂടുതൽ ഡേഞ്ചർ ആകാതിരിക്കാനുള്ള ആന്റിസെപ്റ്റിക് ലോഷൻ അല്ലെ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡെറ്റോൾ ഒക്കെ എടുത്ത് നന്നായി കഴുകാറുണ്ട് അല്ലെ. ഡെറ്റോൾ ഒക്കെ എന്താണ്? ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. അപ്പോ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ ആന്റിസെപ്റ്റിക് ലോഷൻ ലൈക്ക് ഡെറ്റോൾ. ഡെറ്റോൾ പോലെയുള്ള എന്തെങ്കിലും ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ വേണം. ഇത് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കി വെക്കണം അല്ലേ. എന്തെങ്കിലും സംഭവിച്ച് പെട്ടെന്നല്ലേ വീണു പൊട്ടി, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആന്റിസെപ്റ്റിക് ലോഷൻ എന്തെങ്കിലും വേണം. സിസേഴ്സ് എന്താണ്? കത്രിക വേണം അല്ലേ. ദെൻ ബാൻഡേഡ്. കത്രിക എന്തിനാണ്? ബാൻഡേഡ് ഒക്കെ കട്ട് ചെയ്ത് കെട്ടണമെങ്കിൽ എന്ത് വേണം? കത്രിക വേണം അല്ലേ. ദെൻ ഗോസ് എന്താണ്? നെയ്തെടുത്തിട്ടുള്ള ഒരു തുണി കഷ്ണം വേണം അല്ലെ. അതായത് നേരിയ എന്താണ്? ഗോസ് കണ്ടിട്ടുണ്ടോ? അതായത് നേരിയ ഒരു തുണിയാണ് അല്ലെ. നമ്മൾ മുറിവിനൊക്കെ വെച്ച് കെട്ടുന്ന ഒരു വെളുത്ത തുണിയുണ്ട്. അത് വളരെ നേരിയതാണ്, നെയ്തെടുത്ത പോലുള്ള ഒരു തുണിയാണത്. അപ്പൊ ഗൂസ് എന്ന് വെച്ചാൽ എന്താണ്? നെയ്തെടുത്ത എന്നുള്ളതാണ് ആ വേർഡിന്റെ മീനിങ്. അതുപോലുള്ള ഒരു തുണി വേണം അതില് കെട്ടി വെക്കാൻ വേണ്ടി, മുറിവ് കെട്ടാൻ വേണ്ടിയാണ് അല്ലെ. ദെൻ ക്രീം ബാൻഡേജ്. ബാൻഡേജ് അല്ലെ, സാധാരണ നമ്മുടെ ഗോസ് പോലുള്ള ബാൻഡേജ് കൂടെ വേണം. മുറിവ് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആന്റിസെപ്റ്റിക് ക്രീം. നമ്മൾ ആദ്യം ഡെറ്റോൾ ഒഴിച്ച് മുറിവ് ക്ലീൻ ആക്കിയ ശേഷം എന്ത് ചെയ്യണം? ആന്റിസെപ്റ്റിക് ക്രീം കൂടെ വെച്ച് കെട്ടിയിട്ടാണ് മുറിവ് കെട്ടാറ് അല്ലേ. അപ്പൊ നമ്മുടെ മുറിവിൽ പുരട്ടാൻ വേണ്ടി എന്ത് വേണം? ഒരു ആന്റിസെപ്റ്റിക് ക്രീമും കൂടെ വേണം. എ ബോട്ടിൽ ഓഫ് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. എന്ത് വേണം? സ്പിരിറ്റ് വേണം അല്ലേ. സ്പിരിറ്റ് എന്താണ്? മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലേ മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ അത് വേണം. ഈ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സ്പിരിറ്റ് കൂടെ വേണം. അതെന്തിനാണ്? മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് സ്പിരിറ്റ് യൂസ് ചെയ്യാറ്. ദെൻ ആൻഡ് ടാപ്പ്. എന്തിനാണ് ടാപ്പ്? അതൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കെട്ടി നന്നായി വെക്കാൻ വേണ്ടിയിട്ട് ടാപ്പ്, മെത്തിലേറ്റഡ് സ്പിരിറ്റ്. ഇതൊന്നുമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ വേണം എന്നാണ് പറയുന്നത്. ഒരു ഫസ്റ്റ് ആക്സിഡന്റ് പറ്റിയ ഒരാളെ ആദ്യ ഹെൽപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വേണം അല്ലെ. അതാണ് ആന്റിസെപ്റ്റിക് ക്രീം, ആന്റിസെപ്റ്റിക് ലോഷൻ ആൻഡ് ഗോസ്, ബാൻഡേജ്, സിസേഴ്സ്. ഇങ്ങനെയുള്ള ഒരു മുറിവ് കെട്ടിവെക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? അതാണ്. എന്താണ് മോളെ ഷെഫി? മിസ് പറയുന്നത് ശരിക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ മക്കളെ? എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? നോ, ഷെഫിക്ക് മാത്രമാണ് മോളെ. ഉണ്ടോ? വേറെ ആർക്കും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഷെഫി മോളുടെ മാത്രം എന്തോ പ്രോബ്ലം ആണ് കേട്ടോ മോളെ. ഷെഫി റേഞ്ചിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ. അപ്പോ ലിസ്റ്റൺ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതില് വേണ്ട സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാകണം അല്ലെ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഏതൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിട്ട് ഉണ്ടാകേണ്ടത് എന്നാണ് പറഞ്ഞത്. ക്ലിയർ? അതിൽ കൂടുതലൊന്നുമില്ല. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇന്ന സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ദെൻ നോക്കാം നമുക്ക് ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ. ഹൗ ടു we must know how to help an injured person. അല്ലെങ്കിൽ ഒരു ഇൻജേർഡ് പേഴ്സൺ. അഷിൻ വീഡിയോ ഓൺ ചെയ്തേ. അഷിൻ, എങ്ങനെയാണ് ഒരു ഇൻജേർഡ് പേഴ്സണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മാത്രം ഉണ്ടായ പോരാ അല്ലെ. എങ്ങനെയാണ് ഒരു ഇൻജേർഡ് പേഴ്സണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അപ്പൊ എങ്ങനെയാണ് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ആക്സിഡന്റ്സിന് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫെയിന്റിങ്. ഫെയിന്റിങ് എന്താണ്? ഫെയിന്റിങ് എന്ന് വെച്ചാൽ അറിയാമോ? വാട്ട് ഡു യു മീൻ ബൈ ഫെയിന്റിങ്? അറിയില്ല. ഓക്കെ. ഫെയിന്റിങ് എന്ന് വെച്ചാൽ എന്താണ്? ബോധം കെട്ട് വീഴുക എന്നുള്ളതാണ്. ബോധരഹിതനായി വീഴുക അല്ലെ. ബോധം കെട്ട് വീഴാറുണ്ട് അല്ലെ നമ്മള് ചിലപ്പോഴൊക്കെ. അതായത് കുറെ നേരം അസംബ്ലിയിൽ വെയിലത്ത് നിൽക്കുമ്പോ അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. നമുക്ക് തലകറക്കം തോന്നാം, നമ്മൾ ബോധം കെട്ട് വീഴാം അല്ലെ. അതെന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ ഓരോരോ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് ക്ഷീണം തോന്നാം അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പെട്ടെന്നൊക്കെ യാതൊരു ഇതുമില്ലാതെ ചില ആൾക്കാർ ബോധം കെട്ടൊക്കെ വീഴാറുണ്ട്. അപ്പൊ എന്താണ് നമ്മള് ഫെയിന്റഡ് ആയി വീണ ഒരാൾക്ക് എങ്ങനെ നമ്മൾ ഹെൽപ്പ് കൊടുക്കും? അതായത് ബോധരഹിതനായി വീണ ഒരാൾ അല്ലെ. കുഴഞ്ഞു വീഴുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതൊക്കെ ചിലപ്പോ എന്താണ്? ഒരു ഫസ്റ്റ് എയ്ഡ് ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ. ഫസ്റ്റ് എയ്ഡ് കിട്ടിയാൽ ചിലപ്പോ എന്താകാം?
ഒരു ബോധം കെട്ട് വീണതൊക്കെ മരണത്തിലേക്ക് പോവാതെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അതുകൊണ്ടാണ് നമ്മളൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയണമെന്ന് പറയുന്നത് അല്ലേ? ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് അവരെ നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സമയത്തുള്ള കൃത്യമായ ഇടപെടൽ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ പെയിന്റിംഗ് ആയിട്ട് ഒരാൾ വീഴുകയാണ് എങ്കിൽ അയാളെ എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പെയിന്റിംഗ്. If a person has fainted, make him lie down for a while. Keep her or his head lower than the shoulder level in order to allow extra blood to reach the brain. എന്താണ്? If a person has fainted, make her or him lie down for a while. എന്താണ്? ഒരാള് ബോധം കെട്ട് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ അവളെ അല്ലെങ്കിൽ അവനെ ആരായാലും അല്ലേ, അപ്പൊ നമ്മൾ ആ ബോധം കെട്ട് വീണ ആളെ എന്ത് ചെയ്യണം? Lie down for a while. Keep her or his head lower than the shoulder level in order to allow extra blood to reach the brain. എന്ത് ചെയ്യണം? നമ്മൾ അവരെ കുറച്ചു നേരം തല താഴോട്ടാക്കിയിട്ട് കിടത്തണം അല്ലേ? അതായത് കാല് ഉയർത്തി വെച്ച് തല താഴോട്ട് വരുന്ന രീതിയിൽ നമ്മൾ അവരെ കിടത്തണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ എക്സ്ട്രാ ബ്ലഡ് എങ്ങോട്ട് പോകും? അവരുടെ ബ്രെയിനിലേക്ക് പോകും. അപ്പൊ പെയിന്റഡ് ആയിട്ട് വീഴുന്ന ഒരാളെ, ബോധം കെട്ട് വീണ ഒരാളെ നമ്മൾ എടുത്തു കൊണ്ടുവന്ന് നേരെ കിടത്തരുത്. അതായത് നമ്മൾ അയാളെ എന്ത് ചെയ്യണം? തല താഴോട്ട് ചെരിച്ചു വെച്ചിട്ട്, അതായത് ഷോൾഡർ ലെവലിനേക്കാൾ താഴെ ആയിരിക്കണം തല അല്ലെ? അതായത് തല ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ പാടില്ല. അയാളെ തല കീഴായിട്ട് നമ്മൾ കിടത്താൻ വേണ്ടി ശ്രമിക്കണം. ആ സമയത്ത് എന്തുണ്ടാവും? എക്സ്ട്രാ ബ്ലഡ് റീച്ച് ടു ദ ബ്രെയിൻ. അയാളുടെ ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ ബ്ലഡ് കയറിപ്പോകും. അങ്ങനെയാണ് നമ്മൾ ഒരു ഫെയിൻറ്റഡ് ആയിട്ടുള്ള ആളെ സേവ് ചെയ്യേണ്ടത്. അതായത് തല കീഴായിട്ട് അയാളെ ഇരുത്താനും ഷോൾഡർ ലെവലിന് താഴെയായിട്ട് അയാളുടെ തല അല്ലെ, തല കുനിച്ച് തല താഴോട്ടാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് എന്തുണ്ടാവും? എക്സ്ട്രാ ബ്ലഡ് എങ്ങോട്ട് പോകും? അയാളുടെ തലയിലേക്ക്, തലച്ചോറിലേക്ക് അല്ലെ, ബ്രെയിനിലേക്ക് പോകും. അത് അയാളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് അല്ലെ, പെയിന്റഡ് ആയിട്ടുള്ള ഒരാളെ. ഷമീൽ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, പെയിന്റഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ഹൗ ടു ഹെൽപ്പ് എ പെയിന്റഡ് പേഴ്സൺ? തല കുനിച്ച് ബ്ലഡ് ഒഴുക്കി. ബ്ലഡ് എന്താവും അപ്പോ? ശ്രദ്ധിക്കുന്നുണ്ടോ ഷമീലെ? ഷമീൽ അവിടെ കാര്യമായിട്ട് എന്തോ വർക്കാണല്ലോ ഷമീൽ. എന്താ അവിടെ ചെയ്യുന്നത് മോനെ? ശ്രദ്ധിക്കുന്നില്ലേ? ഉണ്ടല്ലോ. ഓക്കെ, ലിസൺ. അപ്പൊ ഒരു ഫെയിന്റഡ് പേഴ്സണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലേ? അപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും എന്താണ് ഫെയിന്റഡ് ആയി വീഴുകയാണല്ലേ, ബോധമില്ലാതെ വീഴുകയാണല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ എടുത്ത് തല താഴോട്ടാക്കി കാലുകൾ ഉയർത്തി വെച്ചിട്ട് കുറച്ചു നേരം അവരുടെ ബ്ലഡ് സർക്കുലേഷൻ അല്ലേ ബ്രെയിനിലേക്ക് വരുന്ന രീതിയിൽ അവരെ കിടത്തുക. അങ്ങനെയാണ് നമ്മൾ ഫെയിന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഓക്കെ, എബിൻ അതൊന്ന് വായിച്ചു പോണേ. എബിൻ ആ പോയിന്റ് ഒന്ന് വായിച്ചേ. First aid. Timely help can save a person's life. First aid is the first help given to an injured person before a doctor arrives. We should have a first aid box in our house and in school. A first aid box should contain an antiseptic lotion like that. Electric lotion like Dettol, scissors, band-aid, gauze, crepe, bandage, antiseptic cream, and bottle of methylated spirit and a tape. If you see an accident, you must try to keep yourself calm. It will help you to
decide what you need to do at the time. Okay, fainting ഒന്ന് വായിച്ചു മോനെ. Fainting would have been fainting. Fainting would ഒന്ന് വായിച്ചു മോനെ ബിൻ. Fainting, it a person has fainted, make her him lie down for a while, keep his head lower than the shoulder level in order to shoulder level shoulder level in order to allow extra blood to reach the vein. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ് അല്ലെ? പെയിന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഹൗ ടു വാട്ട് ഈസ് കണ്ടെയ്നിങ് ഓഫ് എ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെ? എന്തൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പിന്നെ ഉണ്ടാകേണ്ട കാര്യങ്ങൾ അല്ലെ? അതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്. എന്താണ്? ഇഫ് യു സീ ആൻ ആക്സിഡന്റ് യു മസ്റ്റ് ട്രൈ ടു കീപ് യുവർ സെൽഫ് കാം. ഓക്കെ, എന്താണ്? നമ്മൾ ഒരു ആക്സിഡന്റ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും വളരെ കാമായിട്ടിരിക്കണം അല്ലെ? കാം എന്ന് വെച്ചാൽ എന്താണ്? ശാന്തമായിരിക്കണം. നമ്മൾ പെട്ടെന്ന് എന്താണ് ഒരുപാട് ഓവർ ടെൻഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി പാടില്ല. നമ്മൾ ആദ്യം ഒരു ആക്സിഡന്റ് കാണുകയാണെങ്കിൽ വളരെ ക്ഷമയോടുകൂടി അത് എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് വേണ്ടത് അല്ലെ? അല്ലാതെ ഒരുപാട് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗ ടു ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ദെൻ ഫെയിന്റഡ് ആയിട്ടുള്ള ഒരാള് കാണുകയാണെങ്കിൽ നമ്മൾ അവരുടെ തല താഴെ ഭാഗത്തേക്ക് ആക്കി ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിൽ അവരെ കിടത്തി അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് നെക്സ്റ്റ് വൺ? ഇൻസെക്ട് ബൈറ്റ്. അതിന് ഇൻസെക്ട് ബൈറ്റിന് എങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം? എന്താണ് ഇൻസെക്ട് ബൈറ്റ് എന്ന് വെച്ചാല് അറിയാമോ? എന്താണ് അൽന ഇൻസെക്ട് ബൈറ്റ്? പ്രാണികൾ കുത്തുന്ന യെസ്, പ്രാണികളുടെ അല്ലെ? ഇൻസെക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രാണികളാണ് അല്ലെ? ചെറിയ പ്രാണികളെയാണ് നമ്മൾ പൊതുവായിട്ട് എന്ത് പറയാ? ഇൻസെക്റ്റുകൾ എന്ന് പറയാം. ചെറിയ പ്രാണികൾ അല്ലെ? അതായത് നമ്മുടെ ആൻഡ്, മോസ്കിറ്റോ, ഹണി ബി, ഇതൊക്കെ എന്താണ്? ഇൻസെക്റ്റ് ആണ്. അപ്പൊ ഇൻസെക്ട് ബൈറ്റ്, ചെറു പ്രാണികളുടെ കടിയോ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഇൻസെക്ട് ബൈറ്റ്സ് ഓർ സ്റ്റിങ്സ് ആർ പെയിൻഫുൾ. ഇൻസെക്ട് എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മളെ കടിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കുത്തുകയാണ് ചെയ്യാറ് അല്ലേ? തേനീച്ചയൊക്കെ എന്താ ചെയ്യുക? കടിക്കല്ലല്ലോ ചെയ്യാറ്, അതിന്റെ കൊമ്പ് വെച്ചിട്ട് അത് കുത്തുകയാണ് ചെയ്യാറ്. അതാണ് ബൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കടിക്കുക. ഇൻസെക്ട് ബൈറ്റ്, ഇൻസെക്ടുകളുടെ കടികളോ, ഓർ സ്റ്റിങ്സ്. സ്റ്റിങ്സ് എന്താണ്? കുത്തുകൾ അല്ലെ? തേനീച്ച കുത്താം, കടന്തൽ കുത്താം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇൻസെക്ട് ബൈറ്റ്സ് ഓർ സ്റ്റിങ്സ് ആർ പെയിൻഫുൾ. To give relief, immediately apply a paste of baking soda and cold cream on the affected part. A soft pad soaked in ammonia water also gives relief. Apply calamine lotion if there is itching. എന്താണ്? Insect bites or stings are painful. ഇൻസെക്റ്റുകളുടെ കടിയും കുത്തലും എന്താണ്? വളരെ വേദനയുള്ളതാണ് അല്ലേ? തേനീച്ചയും കടന്തലും ഒക്കെ കുത്തിയാൽ എന്താണ്? സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ടാവും അല്ലെ? അതെന്താണ്? ഇൻസെക്ട് ബൈറ്റ് ഓർ സ്റ്റിങ്സ് ആർ പെയിൻഫുൾ. ഇൻസെക്റ്റുകളുടെ കുത്തുകളും കടികളും വളരെ വേദനയുള്ളതാണ്. ടു ഗിവ് റിലീഫ് ഇമ്മീഡിയറ്റ്ലി അപ്ലൈ എ പേസ്റ്റ് ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് കോൾഡ് ക്രീം ഓൺ ദ അഫക്റ്റഡ് പാർട്ട്. എന്ത് ചെയ്യണം? അഥവാ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കടികളോ കുത്തലുകളോ കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റിലീഫിന് വേണ്ടി, പെട്ടെന്നുള്ള വേദന കുറയുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്, പക്ഷെ നമുക്ക് പെട്ടെന്ന് വേദനയ്ക്കൊരു ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു പേസ്റ്റ്, എന്ത് പേസ്റ്റ് ആണ്? ബേക്കിംഗ് സോഡ ആൻഡ് കോൾഡ് ക്രീം. ബേക്കിംഗ് സോഡയും തണുത്ത ക്രീമും മിക്സ് ചെയ്തിട്ട് അല്ലെ? ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഫക്റ്റഡ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് ബേക്കിംഗ് സോഡ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ? കോൾഡ് ക്രീമും ഇപ്പൊ മിക്ക വീട്ടിലും കാണും. അപ്പൊ ക്രീമോ ബേക്കിംഗ് സോഡയും നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ പുരട്ടി കൊടുക്കണം. പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടി മാത്രം, പെട്ടെന്നുള്ള വേദനയുടെ കുറവിന് വേണ്ടി മാത്രം എന്ത് ചെയ്യണം? നമ്മള്
ഒന്നുകിൽ അതായത് ബേക്കിംഗ് സോഡയും കോൾഡ് ക്രീമും മിക്സ് ആയിട്ട് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ പുരട്ടി കൊടുക്കണം. A soft pad soaked in ammonia water also gives relief. എന്ത് ചെയ്യാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാഡ് അല്ലേ, ഒരു തുണിയുടെയോ അല്ലെങ്കിൽ പഞ്ഞിയുടെയോ പാഡ് എന്ത് ചെയ്യണം, അമോണിയ വാട്ടറിൽ സോക്ക് ചെയ്യണം. അമോണിയ വാട്ടറിൽ സോക്ക് ചെയ്യുന്ന വെച്ചാല് അമോണിയ വാട്ടറിൽ അത് മുക്കി വെക്കണം. എന്നിട്ട് അത് അഫക്റ്റഡ് ഏരിയയിൽ പിടിക്കുകയാണെങ്കിലും നമുക്ക് എന്തുണ്ടാവും, ചെറിയ റിലീഫ് ഉണ്ടാവും അല്ലെ. ഒന്നുകിൽ പേസ്റ്റും അതായത് ബേക്കിംഗ് സോഡയും കോൾഡ് ക്രീമും മിക്സ് ആക്കിയിട്ട് ആ പേസ്റ്റ് പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അമോണിയ വാട്ടറിൽ മുക്കിയ തുണിയോ പാഡോ കൊണ്ട് കുറച്ചു നേരം ബൈറ്റ് കിട്ടിയ ഭാഗത്ത് നമ്മൾ വെക്കുക. അതൊക്കെ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് ആണ്. ആൻഡ് അപ്ലൈ കലാമിൻ ലോഷൻ ഇഫ് ദർ ഈസ് ഇച്ചിങ്. ഇച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇച്ചിങ് അറിയാമോ? ചൊറിയുന്നതിനെയാണ് ഇച്ചിങ് എന്ന് പറയാം. എന്തെങ്കിലും അസ്വസ്ഥത നമുക്ക് ഇൻസെക്ട് ബൈറ്റ് കിട്ടിയാൽ ചൊറിച്ചിൽ പോലെ തോന്നാം അല്ലെ. അപ്പൊ അങ്ങനെ ചൊറിച്ചിൽ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കലാമിൻ ലോഷൻ, ദാറ്റ്സ് ലോഷൻ, കലാമിൻ ലോഷൻ ഉണ്ട്. കലാമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ കലാമിൻ ലോഷൻ പുരട്ടി കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഇൻസെക്ട് ബൈറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബേക്കിംഗ് സോഡ ആൻഡ് ക്രീം, അതായത് ബേക്കിംഗ് സോഡ ആൻഡ് കോൾഡ് ക്രീം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്നിട്ട് അത് അഫക്റ്റഡ് ഏരിയയിൽ പുരട്ടുക, അല്ലെങ്കിൽ അമോണിയ വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച തുണിയോ പഞ്ഞിയോ കൊണ്ട് കുറച്ചു നേരം അമർത്തി അവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ വെക്കുക. അതുമല്ലെങ്കിൽ എന്നിട്ടും നമുക്ക് ഇച്ചിങ് ഉണ്ട് എങ്കിൽ അല്ലെ, ചൊറിച്ചിൽ പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളപ്പോ കലാമിൻ ലോഷൻ പുരട്ടി കൊടുക്കണം അല്ലെ. കലാമിൻ ലോഷൻ നമ്മൾ പുരട്ടി വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോ പെയിന്റിംഗ് ആൻഡ് ഇൻസെക്ട് ബൈറ്റ് നമ്മൾ രണ്ടും പറഞ്ഞു അല്ലെ. അതായത് എന്തെങ്കിലും പെയിന്റഡ് ആയിട്ട് വീണ ഒരാളെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ബോധരഹിതനായി വീണ ഒരാളെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ തല ഷോൾഡർ ലെവലിൽ താഴെയാക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ബ്രെയിനിലേക്ക് വരുന്ന രീതിയിൽ അവർ നമ്മൾ പിന്നെ എടുത്തുകയോ കിടത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ആൻഡ് ഇൻസെക്ട് ബൈറ്റ്, പ്രാണികളുടെയോ മറ്റോ കുത്തലുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ കോൾഡ് ക്രീമും ബേക്കിംഗ് സോഡയും മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ അമോണിയ വാട്ടറിൽ സോക്ക് ചെയ്ത് തുണിയോ പഞ്ഞിയോ അല്പനേരം അവിടെ പിടിക്കുക. ദെൻ എന്നിട്ടും ഇച്ചിങ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ കലാമിൻ ലോഷൻ പുരട്ടി കൊടുക്കുക. ക്ലിയർ? അപ്പൊ പെയിന്റിങ്ങിനും ഇൻസെക്ട് ബൈറ്റിനും ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ബ്ലീഡിംഗ് വൗണ്ട്സ്. ബ്ലീഡിംഗ് വൗണ്ട്സ് എന്താണ്? ബ്ലീഡിംഗ് വൗണ്ട്സ് എന്ന് വെച്ചാല്, ബ്ലീഡിംഗ് വൗണ്ട്സ് എന്താണ് അൽന? ബ്ലീഡിംഗ് വൗണ്ട്സ് ചോര ഒഴുകുന്നത്. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ചോര ഒഴുകുക. വൗണ്ട്സ് എന്താണ്? മുറിവുകൾ, ചോര ഒഴുകുന്ന മുറിവുകൾ അല്ലെ. അപ്പൊ എന്താണ്, മുറിഞ്ഞ ഉടനെ എന്താവും, നന്നായിട്ട് ചോര വരും അല്ലെ. നല്ല കാര്യമായ മുറിവുകളാണെങ്കിൽ നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പം ബ്ലീഡിംഗ് വൗണ്ട്സ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ ആയാലും അല്ലെങ്കിൽ ആരെങ്കിലും ഓടി കളിച്ചു അല്ലെ, പെട്ടെന്ന് വീണു നന്നായിട്ട് ബ്ലീഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല മുറിവാണെങ്കിൽ എന്ത് ചെയ്യും, നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ ബ്ലീഡിംഗ് വൗണ്ട്സ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ, നന്നായിട്ട് ചോര വരുന്ന ഒരു മുറിവ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡു നോട്ട് പാനിക് ഓർ ക്രൗഡ് അറൌണ്ട് ആൻ ഇൻജേർഡ് പേഴ്സൺ. നമ്മളൊക്കെ എന്താണ് ചെയ്യാം, ആരെങ്കിലും മുറിഞ്ഞു നന്നായിട്ട് ചോര വരികയാണെങ്കിൽ നമ്മൾ അത് കണ്ടിട്ട് തലകറങ്ങി വീഴും അല്ലെ. നമുക്ക് അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. നമുക്കത് കാണാനുള്ള കെൽപ്പുണ്ടോ? ഇല്ല അല്ലെ. ആർക്കെങ്കിലും നന്നായിട്ട് ബ്ലീഡിങ് വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് നമ്മളെ ആയിരിക്കും. നമ്മളെ അത് കണ്ടിട്ട് തലകറങ്ങി വീഴും മിക്കവാറും. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആർക്കെങ്കിലും നല്ല മുറിവ് വരികയാണ് എങ്കിൽ നമ്മൾ പാനിക് ആവരുത്. പാനിക് എന്ന് വെച്ചാൽ എന്താണ്, പരിഭ്രാന്തരാകരുത് അല്ലെ. വേവലാതി പിടിക്കാൻ പാടില്ല. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് കരുതി നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് ബ്ലഡ് വരുന്ന ഒരു മുറിവ് കാണുകയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം അല്ലെ. അത് കണ്ട് നമ്മൾ വീഴാൻ വേണ്ടി പാടില്ല. അപ്പൊ ഡു നോട്ട് പാനിക്, നമ്മൾ പാനിക് ആവരുത്, ഒരുപാട് പരിഭ്രാന്തമാവരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഓർ ക്രൗഡ് അറൌണ്ട് ആൻ ഇൻജേർഡ് പേഴ്സൺ,
മുറിഞ്ഞ ഒരാളുടെ അടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടില്ല, ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ക്രൗഡ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ എന്താണ്, എല്ലാവരും കൂടെ കൂട്ടം കൂടി ആക്സിഡന്റ് ഉണ്ടായ ആൾക്ക് എന്ത് ചെയ്യും, ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആർക്കെങ്കിലും അപകടം ഉണ്ടായി മുറിഞ്ഞു എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ ക്രൗഡ് ഇല്ലാതെ നമ്മൾ ക്രമീകരിക്കണം. അതായത് നമ്മൾ പാനിക് ആവാൻ വേണ്ടി പാടില്ല, ക്രൗഡും ഉണ്ടാവാൻ വേണ്ടി പാടില്ല, അയാളെ വളഞ്ഞ് പൊതിഞ്ഞു നിൽക്കാൻ വേണ്ടി പാടില്ല, അയാൾക്ക് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാറി നിൽക്കണം. അപ്പൊ do not panic or crowd around an injured person and examine the cut carefully. എന്ത് ചെയ്യണം, ആ മുറിവ് നന്നായിട്ടൊന്ന് നോക്കണം അല്ലെ. വലിയ മുറിവാണോ, ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കാം, പക്ഷെ നല്ല ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്താണ്, ചെറിയ മുറിവായിരിക്കാം പക്ഷെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ്, അതിനെ കെയർഫുൾ ആയിട്ട് എക്സാമിൻ ചെയ്യണം, അതിനെ നിരീക്ഷിക്കണം. എന്താണ് മുറിവ്, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, അല്ല നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ മതിയോ എന്നൊക്കെ നമ്മൾ ആ മുറിവ് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കണം അല്ലെ. നമുക്കതിന് ധൈര്യം ഉണ്ടോ, വേറൊരാൾ മുറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പരിശോധിക്കാനൊക്കെ നമുക്ക് ധൈര്യം ഉണ്ടോ, ഇല്ല അല്ലെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് നല്ല രീതിയിൽ അല്നൊക്കെ ഉണ്ട് അല്ലേ, അല്ല ഭാവിയിൽ എന്താണ്, നേഴ്സ് ആവാൻ പോവാണോ, അല്ല ആണോ, നോ അല്ല അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്, നല്ല ധൈര്യമുള്ളവർക്കൊക്കെ എന്താവാം, നേഴ്സും ഡോക്ടറും ഒക്കെ ആവാം അല്ലെ. മുറിവ് കാണുമ്പോൾ തലകറങ്ങി വീഴുന്നവരൊന്നും പോവാൻ വേണ്ടി പാടില്ല. നല്ല ധൈര്യമുള്ള അല്ലെങ്കിൽ എന്ത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, നല്ല നേഴ്സും നല്ല ഡോക്ടേഴ്സും ഒക്കെ ആവാം ഫ്യൂച്ചറിൽ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ മുറിവ് നമ്മൾ കാര്യമായിട്ടൊന്ന് നോക്കണം, നന്നായി മുറിഞ്ഞിട്ടുണ്ടോ അല്ല വളരെ കുറച്ച് മാത്രമാണോ ഉള്ളത് എന്ന് നല്ല കെയർഫുൾ ആയിട്ട്. മിസ് മൈ സിസ്റ്റർ ഈസ് നേഴ്സ്, അല്ലയുടെ സിസ്റ്റർ എന്താണ്, നേഴ്സ് ആണ് അല്ലെ. അപ്പൊ സിസ്റ്ററിന്റെ ധൈര്യം കുറച്ചൊക്കെ അല്ലക്കും ഉണ്ടാവാം അല്ലെ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല മുറിവാണോ എന്ന് നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സാമിൻ ചെയ്യണം ആ മുറിവിനെ. Then if the person is not badly hurt, take him to the nearby clinic. നന്നായിട്ട് വേദന എടുക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ, നിയർ ബൈ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോകണം. ഇഫ് ദ പേഴ്സൺ ഈസ് നോട്ട് ബാഡ്ലി ഹേർട്ട്, ഭയങ്കര നമുക്ക് അവരെ എടുക്കാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അല്ലെ, ഭയങ്കര ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ, അവർക്ക് നല്ല വേദന ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ക്ലിനിക്ക് കൊണ്ടുപോയാൽ മതിയെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ എന്ത് ചെയ്യണം, അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിക്കണം. ഇഫ് ദ പേഴ്സൺ ഈസ് ബാഡ്ലി ഹേർട്ട്, നന്നായിട്ട് വേദന ഉണ്ടെങ്കിൽ മേക്ക് ഹിം ലൈ ഡൗൺ ആൻഡ് കോൾ എ ഡോക്ടർ. എന്ത് ചെയ്യണം, അവരെ അവിടെ കിടത്തിയിട്ട് നമ്മൾ ഡോക്ടറെ വിളിക്കണം അല്ലെ. ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ എടുത്ത് ഒരു വണ്ടി വിളിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പക്ഷെ ഒട്ടും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ അവരെ എടുത്ത് കിടത്തി ശേഷം ഡോക്ടറെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കണം അല്ലെ. Then in the meantime try to control the bleeding. ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടർ വരുന്നത് വരെ നമ്മൾ ഈ ബ്ലീഡിങ് നോക്കി നിൽക്കാൻ വേണ്ടി പാടില്ല അല്ലെ. നല്ല ബ്ലീഡിങ് ഉണ്ട്, നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നല്ല ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞത് നോക്കി നിൽക്കാൻ വേണ്ടി നമ്മൾ പാടില്ല. നമ്മൾ ട്രൈ ചെയ്യണം, എന്ത്, ഈ ബ്ലീഡിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഈ ബ്ലീഡിങ് നിർത്താം എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യണം അല്ലെ. അല്ലാതെ നല്ല ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മളത് വെറുതെ നോക്കി നിൽക്കാൻ വേണ്ടി പാടില്ല. ആ ബ്ലീഡിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഡോക്ടർ വരുന്നവരെയുള്ള ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽപ്പിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാ അല്ലെ. അപ്പൊ ഡോക്ടറെ വിളിക്കുക എന്നുള്ളതല്ല ഫസ്റ്റ് എയ്ഡ് അല്ലെ. ഒരു ആക്സിഡന്റ് ആയ ഒരാളെ പിടിച്ച് കിടത്തിയിട്ട് ഉടനെ ഡോക്ടറെ വിളിച്ചാൽ അത് ഫസ്റ്റ് എയ്ഡ് ആവില്ല. ഡോക്ടർ വരുന്നതിന് മുമ്പേ നമുക്ക് അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഡോക്ടർ വരുന്ന ടൈമിനുള്ളിൽ നമ്മൾ ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടച്ചിങ് ദ വൗണ്ട് ഓഫ് ദ പേഷ്യന്റ്. എന്ത് ചെയ്യണം, നമ്മള് ആദ്യം നമ്മുടെ കൈ കഴുകണം അല്ലെ. അവരുടെ മുറിവിൽ തൊടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈകള് നല്ല വൃത്തിയാക്കണം. കാരണം നമ്മുടെ കൈകളിൽ ഇൻഫെക്ഷൻ, എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ മുറിവ് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ. മറ്റൊരാളുടെ മുറിവില് നമ്മൾ തൊടുന്നതിന് മുമ്പ് നമ്മുടെ കൈകള് നീറ്റ് ആയിരിക്കണം അല്ലെ. അത് പോയി തൊട്ടിട്ട് കൂടുതൽ നശിപ്പിക്കാൻ വേണ്ടി പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് കെയർ ചെയ്ത് നല്ല രീതിയിൽ കൈ കഴുകണം ആദ്യം, ആ പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പ്. Then clean the cut with cotton and clean water. Then apply antiseptic cream
on the cut to kill the germs that may infect the wound. Do not touch the cut with your fingers. എന്ത് ചെയ്യണം നമ്മള്? ക്ലീൻ ദ കട്ട് വിത്ത് കോട്ടൺ. മുറിഞ്ഞാല് നമുക്ക് എന്ത് മുറിവുണ്ടായാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നല്ലതാ, വലിയ മുറിവാണെങ്കിലും ചെറിയ മുറിവാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ദ വൗണ്ട് അല്ലേ? ആദ്യം ആ മുറിവ് വൃത്തിയാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? അവരുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് അവർ നമ്മുടെ മുറിവിൽ അമർത്തി പിടിക്കാറുണ്ട് അല്ലേ? അത് നല്ല തുണിയാണോ പൊട്ട തുണിയാണോ എന്നൊന്നും മിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ മുറിവ് ക്ലീൻ ചെയ്യാണ് വേണ്ടത് അല്ലെ? ആന്റിസെപ്റ്റിക് ലോഷൻ കൊണ്ട്, ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ ഒഴിച്ച് ആദ്യം ആ മുറിവ് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്നിട്ട് മാത്രമേ തുണി ഉപയോഗിച്ച് കെട്ടാൻ പാടുള്ളൂ. അതും നല്ല തുണി മാത്രമേ നമ്മൾ ഉപയോഗിക്കാനും പാടുള്ളൂ. ചിലപ്പോൾ അമ്മമാര് അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ചിലപ്പോൾ അവരുടെ ഡ്രസ്സിന്റെ ആയിരിക്കാം അല്ലെ? ഡ്രസ്സിന്റെ ഷോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ അവര് തോർത്തായിരിക്കാം. അതുകൊണ്ട് പെട്ടെന്ന് അമർത്തി പിടിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ എന്താണ്, അമ്മമാർക്ക് വേവലാതിയാണല്ലേ എന്താ ചെയ്യാന്ന്. ആ ടെൻഷൻ അവര് പെട്ടെന്ന് അങ്ങനെ അവരുടെ കയ്യിലുള്ള തുണി എടുത്തിട്ട് പിടിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ മുറിവ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നന്നായിട്ട് ആന്റിസെപ്റ്റിക് ലോഷൻ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ എന്താവും? ഈ മുറിവിലുള്ള ജെംസ് അല്ലേ, ഈ ആന്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ പുരട്ടുന്ന സമയത്ത് എന്തുണ്ടാവും? മുറിവിലുള്ള അണുക്കളൊക്കെ നശിക്കും അല്ലെ? അതിനു വേണ്ടിയിട്ടാണല്ലോ ആന്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റിസെപ്റ്റിക് ലോഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം ആ മുറിവില് ആന്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക? ആന്റിസെപ്റ്റിക് ക്രീമും കൂടെ പുരട്ടി കൊടുക്കുക. അപ്പൊ അതിലുള്ള ജേംസ് ഒക്കെ നശിച്ചു പോകും. നമ്മൾ ഒരിക്കലും നമ്മുടെ ഡു നോട്ട് ടച്ച് ദ വൗണ്ട് ദ കട്ട് വിത്ത് യുവർ ഫിംഗേഴ്സ്. നമ്മുടെ വിരലുകൾ കൊണ്ട് മുറിവിന്റെ അകത്ത് തൊടാൻ വേണ്ടി പാടില്ല. ആന്റിസെപ്റ്റിക് ലോഷൻ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം. അല്ലാതെ എന്താണ്, ആ പരിക്കിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കാതെ മരുന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല. നന്നായി വൃത്തിയാക്കിയിട്ട് മാത്രമേ ആന്റിസെപ്റ്റിക് ലോഷൻ പുരട്ടാൻ വേണ്ടി പാടുള്ളൂ. Then put a clean cloth or pad over the cut and apply pressure. Then tie a bandage over it. എന്താണ് ചെയ്യേണ്ടത്? മുറിവുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ? നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം? ക്രീം പുരട്ടണം. അതിനുശേഷം എന്ത് ചെയ്യണം? നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് അല്ലെ, അല്ലെങ്കിൽ പാഡ്, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ കൊണ്ട് മുറിവിൽ നന്നായിട്ട് അമർത്തി പിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതെന്ത് ചെയ്യുന്നറിയോ? നമ്മൾ നന്നായിട്ട് മുറിവുണ്ടായ സ്ഥലത്ത് അമർത്തി പിടിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് അവിടെ നിൽക്കും. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. നമുക്ക് എന്ത് മുറിവുണ്ടായാലും കഴുകി വൃത്തിയാക്കിയ ശേഷം ആദ്യം എന്ത് ചെയ്യാം? നല്ലൊരു തുണി എടുത്ത് നന്നായിട്ട് അമർത്തി പിടിക്കുകയാണ് വേണ്ടത്. അത് നല്ല പ്രഷർ കൊടുത്ത് ആ മുറിവിന് നമ്മൾ അങ്ങോട്ട് അമർത്തി പിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ചിലപ്പോ മുറിഞ്ഞ ആൾക്ക് നല്ല വേദന ഉണ്ടാവും അല്ലേ? പക്ഷെ എന്നാലും എന്ത് ചെയ്യണം? നന്നായിട്ട് ആ വൗണ്ടിന് നമ്മൾ അമർത്തി പിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ബ്ലീഡിങ് അവിടെ നിൽക്കും. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അമർത്തി എന്തെങ്കിലും കൊണ്ട് കെട്ടി വെക്കണം എന്നാണ് പറയുന്നത്. And wrap some ice cubes in a towel to make an ice pack. Put the ice pack over the wound to stop bleeding. എന്ത് ചെയ്യണം? ഐസ് പാക്ക് അല്ലെ, കുറച്ച് ഐസിന്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ഐസ് പാക്ക് നമ്മൾ ഉണ്ടാക്കണം. ഒരു ഐസ് ക്യൂബ്, കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മളൊരു ഐസിന്റെ പാക്ക് അല്ലെ, അതൊരു ഏതിലെങ്കിലും തുണിയിലോ അല്ലെങ്കിൽ ബാഗിലോ ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു ഐസ് പാക്ക് ഉണ്ടാക്കിയിട്ട് പുട്ട് ദ ഐസ് പാക്ക് ഓവർ ദ വൗണ്ട് ഓൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. ആ മുറിവിൽ നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കാം. മുറിഞ്ഞതിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? ഐസ് ക്യൂബ് എടുത്ത് വെക്കാറുണ്ട്. അതും എന്ത് ചെയ്യും? ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ടൈം ഇത് കഴിയാൻ വേണ്ടി പോവാണ്. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ക്ലാസ് ഇപ്പൊ കട്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ പോർഷൻ മുഴുവൻ വായിക്കണം. ഓരോ ദിവസം എന്ത് ചെയ്യാ? ഇവിടെ വരെയാണോ എടുത്തത് അതൊന്ന് 1 2 തവണ വായിക്കാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ടല്ലോ. 1 2 തവണ ജസ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പൊ തന്നെ വായിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ ടൈം കഴിഞ്ഞു. നന്നായി വായിച്ചു നോക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ ബൈ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ.